ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? അപ്പോൾ ഇന്ന് നമ്മളൊരു ഉച്ചയൂണിൻ്റെ വീഡിയോ ആണ് കേട്ടോ. എനിക്ക് കുറച്ച് മത്തേയില കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മത്തേയില കൊണ്ട് നല്ലൊരു തോരൻ ഉണ്ടാക്കാമെന്ന് വെച്ച്. അപ്പോൾ തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ഈ മത്തേയിലയൊക്കെ ഇതുപോലെ ഒന്ന് പിന്നെ ചുരുട്ടിയെടുക്കണം. അപ്പോൾ ഇതിനകത്തൊരു ആര് പോലെ ഒരു സാധനം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി സോഫ്റ്റായിട്ട് കിട്ടാനായിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് മത്തേയിലയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. നല്ലതുപോലെ കഴുകി എടുത്തിട്ടുണ്ട്. അപ്പം ഇതിനെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുവാണ് കേട്ടോ. അപ്പോൾ എത്ര പേർക്ക് മത്തേയില തോരൻ ഇഷ്ടമാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് മത്തേയില കൊണ്ടുള്ള തോരനൊക്കെ. അപ്പോൾ ഞാൻ എൻ്റെ ഉമ്മയുടെ അനിയത്തിയുടെ വീട്ടിൽ പോയപ്പോഴത്തേക്ക് പറിച്ചുകൊണ്ട് വന്ന മത്തേയിലയാണ്. അപ്പോൾ കുറച്ചേ പറിക്കാൻ പറ്റുള്ളൂ. ഞാൻ രാത്രിയിലാണ് പോയത്. അപ്പം പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പറിക്കാനുള്ള പാടുകൊണ്ട് കുറച്ച് ഇല മാത്രമേ പറിച്ചുകൊണ്ട് വന്നുള്ളൂ. അപ്പോൾ ആർക്കൊക്കെ ഇഷ്ടമാണെന്ന് കമൻറ്റ് ചെയ്യണേ. മത്തേയിലയെല്ലാം നമ്മൾ നല്ലതുകൂട്ടൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നെത്തോലി മീനാണെങ്കിൽ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വറക്കാനാണ് എടുക്കുന്നത്. അതിലോട്ട് നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മീൻ ഇതുപോലെ ഞാൻ ആദ്യം തന്നെ മസാല തേച്ചങ്ങ് മാറ്റി വയ്ക്കും. അപ്പോൾ എല്ലാ കറികളും ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റാണ് ഞാൻ മീൻ വറക്കുന്നത് കേട്ടോ. ഇനി ഒരു പാവയ്ക്ക നമുക്ക് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഞാൻ വറക്കാനായിട്ടാണ് എടുക്കുന്നത്. പാവയ്ക്ക വറുത്തെടുക്കുന്നതാണ് ഇവിടെ ഇക്കാക്ക് ഇഷ്ടം. അപ്പോൾ ഇക്ക ഉള്ള ദിവസങ്ങളിൽ ഞാൻ പാവയ്ക്ക വറുത്താണ് എടുക്കുന്നത്. മുട്ട ഇട്ടിട്ട് തോരൻ വെക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. പാവയ്ക്കയുടെ കയ്പ്പ് ഒട്ടും അറിയേയില്ല. അപ്പോൾ ഞാൻ പിന്നെ ചാനലിൽ പാവയ്ക്ക മുട്ട ഇട്ടുള്ള തോരൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽഡ് റെസിപ്പി അതിനകത്തുണ്ട്. ആവശ്യമുള്ളവർ പോയെന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് തയ്യാറാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പാവയ്ക്ക് അപ്പോൾ ഞാൻ എല്ലാം റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തങ്ങ് മാറ്റി വയ്ക്കാം. അരയ്ക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയും തിരുമ്മി വെച്ചിട്ടുണ്ട്. മത്തേയില തോരൻ വയ്ക്കാൻ ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ച് കൊടുത്ത് എണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ മത്തേയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെറിയ തീയിൽ ഒന്ന് അടച്ച് വെച്ച് ആവി കയറി വരുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പിട്ട് കൊടുക്കണം. തോരൻ്റെ അരപ്പിന് വേണ്ടിയിട്ട് പച്ചമുളകും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു. അപ്പോഴാണ് ഞാൻ ഓർത്തത്, അയ്യോ പച്ചമുളക് വേണ്ട, എൻ്റെ കയ്യിൽ കാന്താരി മുളക് ഇരിപ്പുണ്ടല്ലോ എന്ന്. അങ്ങനെ ഞാൻ കാന്താരി മുളക് ഇട്ട് കൊടുത്തു. പച്ചമുളകിനെ എടുത്തിങ്ങ് മാറ്റി. എന്നിട്ട് കുറച്ച് ജീരകവും കൂടി ഇട്ട് കൊടുത്തു. അരപ്പൊക്കെ തയ്യാറാക്കി എടുത്ത സമയം കൊണ്ട് തന്നെ മത്തേയിലേക്ക് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അരപ്പൊക്കെ ഞാൻ മത്തേയിലയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നല്ല അടിപൊളി മത്തേയില തോരൻ റെഡി ആയിട്ടുണ്ട്. പാവയ്ക്ക ഫ്രൈ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് മസാല തേച്ച് വെച്ചേക്കുന്ന പാവയ്ക്ക കുറേശ്ശെ ഇട്ട് കൊടുക്കാം. പാവയ്ക്ക ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയം കൊണ്ട് നമുക്കൊരു ചമ്മന്തി അരച്ചെടുക്കാം. അപ്പോൾ തേങ്ങയും കാന്താരിമുളകും പുളിയും കൊച്ചുള്ളിയും ഉപ്പും കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ച് ഉരുട്ടി എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ പാവയ്ക്കയൊക്കെ നല്ല പോലെ മൊരിഞ്ഞ് വന്നു കേട്ടോ. അപ്പോൾ നമുക്ക് കോരി മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ബാലൻസ് ഉള്ള പാവയ്ക്കയും കൂടി ഒന്ന് വറുത്തെടുക്കണം. അപ്പം പാവയ്ക്ക വറുത്തത് ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം. ഇനി പാവയ്ക്കയൊക്കെ കിട്ടുമ്പോൾ നല്ല ഗോൾഡൻ കളറിൽ ക്രിസ്പി ആയിട്ടുള്ള പാവയ്ക്ക വറുത്തതാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. ഇനി മീനും കൂടി നമുക്കൊന്ന് വറുത്തെടുക്കണം. അപ്പം പാൻ അടുപ്പിൽ വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഓരോന്നായിട്ട് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുകയാണ്. മൊരിഞ്ഞ് വരുമ്പോൾ മറിച്ചിട്ട് കൊടുത്ത് നമുക്ക് നെത്തോലി ഫ്രൈ ഇങ്ങ് കോരി മാറ്റാം കേട്ടോ. അപ്പോൾ കറികളെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചൂട് ചോറിലേക്ക് മത്തേയില തോരനും ചമ്മന്തിയും പാവയ്ക്ക വറുത്തതും ഉപ്പിലിട്ട കാന്താരി മുളകും മാങ്ങ അച്ചാറും നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുത്ത നെത്തോലിയും ഒക്കെ ചേർത്തിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഊണ് കഴിക്കാം. ഈ ഒരു ലഞ്ച് കോംബോ എത്ര പേർക്ക് ഇഷ്ടമാണ്? അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ ബൈ, സീ യു.